രോഗികളെ പുറത്തേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുത്തു. കാരണം എമർജൻസി ഡോറ് ക്ലോസ്ഡ് ആയിരുന്നു. റാമ്പിലൂടെ കൊണ്ടുവരേണ്ട ആളെ ഈ സ്റ്റെയറിലൂടെ എടുത്തിട്ടാണ് കൊണ്ടുവരുന്നത്, വീൽ ചെയർ. വയനാട് മേപ്പാട് സ്വദേശി നസീറ, കോഴിക്കോട് മേപ്പയൂർ സ്വദേശി ഗംഗാധരൻ, വെസ്റ്റ് ഹിൽ സ്വദേശി ഗോപാലൻ, വടകര സ്വദേശി സുരേന്ദ്രൻ എന്നിവരാണ് മരിച്ചത്. 4 പേരുടെയും ആരോഗ്യനില അപകടത്തിന് മുൻപ് തന്നെ മോശമായിരുന്നു. ഡോക്ടർമാരോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചിരുന്നില്ലേ? മരിച്ചതിന് ശേഷം ചോദിച്ചില്ലേ? ഓക്സിജൻ കിട്ടാണ്ടാവും മരിക്കുന്നതെന്നാണ്. ICUലേക്ക് മാറ്റാൻ മുന്നേ മരണപ്പെട്ടിരുന്നു. ഇതിന്റെ കണക്ഷൻ വിച്ഛേദിച്ചതിന് ശേഷം ആണ് ഡെത്തായത്. മറ്റു മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാർ അടങ്ങിയ സംഘത്തെയാണ് അന്വേഷണത്തിന് ചുമതലപ്പെടുത്തിയത്. അതേസമയം മരണങ്ങൾ അപകടത്തെ തുടർന്നല്ലെന്നാണ് മെഡിക്കൽ കോളേജിന്റെ ആദ്യം മുതലുള്ള പ്രതികരണം. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതാണ് നല്ലതെന്നാണ് നമുക്കും തോന്നുന്നത്. കാരണം സംശയത്തിന്റെ പുകമറയൊന്നും വേണ്ട. നമുക്ക് എന്താണെന്ന് വെച്ചാൽ അസുഖം സീരിയസ് ആയിട്ടാണെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ഇതുമായിട്ട് ബന്ധമുണ്ടോ എന്നുള്ള സംശയാതീതമായിട്ട് നമുക്ക് എന്തെങ്കിലും അത് പ്രൂഫിന് നമുക്ക് ഒതന്റിസിറ്റി വേണമെങ്കിൽ നമ്മൾ ശാസ്ത്രീയമായിട്ട് നോക്കേണ്ടി വരും. അപകട സമയം അത്യാഹിത വിഭാഗത്തിൽ 151 രോഗികൾ ഉണ്ടായിരുന്നു. ഇതിൽ 114 പേർ മെഡിക്കൽ കോളേജിൽ തന്നെ ചികിത്സയിൽ തുടരുന്നു. സ്വകാര്യ ആശുപത്രികളിലുള്ളവർക്ക് ചികിത്സാ സഹായം ഉറപ്പാക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. 5 മരണങ്ങളാണ് വിദഗ്ധമായിട്ടുള്ള ഒരു മെഡിക്കൽ സംഘം അന്വേഷിക്കുന്നതാണ്. ചില പരാതി പറഞ്ഞ സാഹചര്യത്തിൽ മറ്റ് മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ഒരു എക്സ്പേർട്ട് ടീം ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് പരിശോധിക്കുന്നതാണ്. അതിനിടെ BJP പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനെ ഉപരോധിച്ചു. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.